ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയ കല്ല് ലഭിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ കല്ലെറിയപ്പെട്ടത്. ഓടിപ്പോകുമ്പോൾ അടുക്കാൻ വശത്ത് ധാരാളം കല്ലുകൾ ഉണ്ട്. വഴിയിൽ കല്ലുകൾക്ക് അടുത്ത്. നിങ്ങളുടെ അടുത്താണ് ഈ കല്ല്. അടുത്തുള്ള ഏത് കല്ലായാലും ഒരു ലൈൻ ഇടുക. ഇപ്പോൾ അതൊരു കല്ലാണ്. നിങ്ങൾക്ക് ഒരു പുതിയ റിക്രൂട്ട്മെന്റ് ലഭിക്കണം. നിനക്ക് പുതിയതല്ലാത്തത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അടയാളത്തോണിൽ നൽകുകയാണെങ്കിൽ പൊസിഷൻ നമ്പർ ഇവിടെ തന്നെ വരും. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. 078 എന്താണ് പ്രശ്നം? എനിക്ക് എന്തെങ്കിലും മാറ്റാൻ തരൂ. കുറിപ്പുകൾ വേണമെങ്കിൽ എഴുതാം. ഈ തമിഴ് ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ ധാരാളം എഴുതാൻ കഴിയും. പാറയുടെ തരമാണ് നിങ്ങളുടെ പക്കലുള്ളത്. ഫിഷ് പോയിന്റ് അല്ലെങ്കിൽ ഫിഷ് പോയിന്റ്. പോയിന്റ് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. നമുക്കിത് സംരക്ഷിക്കാം. നിങ്ങൾ അത് എനിക്ക് നൽകിയാൽ നിങ്ങൾ ആ സ്ഥാനത്താണ്. അങ്ങനെയാണ് പാറ വരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നീ ഇത് ഇതുപോലെ ഞെരിച്ചു. നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചുവടെ 2 ബട്ടണുകൾ. ഇതൊരു വിചിത്രമായ കല്ലാണ്. നിങ്ങൾ ഈ സ്ഥാനത്ത് അത് ചെയ്താൽ നമുക്കിത് നിനക്ക് തരാം. സേവ് ചെയ്യാം. ആ സ്ഥലത്ത് ഒരു കല്ലുണ്ട്. ഇതുപോലുള്ള വിചിത്രമായ ഒരു കല്ലാണിത്. നമുക്ക് ഒരു കല്ല് ഉണ്ടാക്കാം. ഇപ്പോൾ അല്ല, ഇത് നിങ്ങൾക്ക് തെറ്റാണ്. ഇപ്പോൾ ഈ കല്ല് ഇവിടെ ഉണ്ടാകില്ല. ഉണ്ടെങ്കിൽ എനിക്ക് തരൂ. അത് നൽകിയാൽ മതി. അത് അതിൽ നിന്ന് മായ്ച്ചു കളയാൻ പോകുന്നു. ഒരു കല്ല് നീക്കം ചെയ്യുന്നത് ഈ കല്ലുകളിൽ ഒന്നാണ്. ഇപ്പോൾ മറ്റൊരു കല്ല് ഉണ്ട്. ഈ പൊസിഷൻ നമ്പർ തെറ്റാണ്. ഉണ്ടെങ്കിൽ അത് തന്നാൽ മതി. നമ്പർ തരൂ. സേവ് ചെയ്യൂ. കല്ല് മാറി. അത് ഒരു പുതിയ സ്ഥാനത്താണ്. വീഴുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. നീ കല്ലിൽ തട്ടി ഓടി. ഇനിയും ഒരുപാട് പോകാനുണ്ട്. നിങ്ങൾ അത് ഈ കല്ലിന് നൽകിയാൽ നിങ്ങൾ ദിശാസൂചകത്തിലാണ്. ആ കല്ലിന്റെ നമ്പറിലേക്ക് വരാം. പോകാൻ നിങ്ങൾ കോമ്പസിൽ എത്ര ദൂരം ഓടണം? ദൂരെയുള്ള എല്ലാ മോഡലുകളും. ഇത് സൈഡിൽ ഒരു കോമ്പസ് മോഡലാണ്. നിങ്ങൾക്ക് ഒരു റോഡ് മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഒരു ലൈൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ലൈനിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും.